അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ഒരു ദിവസം നന്നാവാൻ വേണ്ടി നമ്മൾ പ്രഭാതത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത്. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആദ്യം തന്നെ എഴുന്നേറ്റ ഉടനെ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുശൂർ എന്ന പ്രാർത്ഥന പതിവാക്കലാണ്. മരണമാകുന്ന ഉറക്കത്തിൽ നിന്ന് നമ്മെ എഴുന്നേൽപ്പിച്ച പടച്ചവനോടുള്ള സ്തുതി കൊണ്ടായിരിക്കണം നമ്മൾ എഴുന്നേൽക്കേണ്ടത്. അതുതന്നെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പടച്ചവനിൽ തവക്കുൽ ചെയ്ത പോലെയായി. അതുപോലെ തന്നെ നമ്മൾ എഴുന്നേറ്റ ഉടനെ ഫോണിൻ്റെ ഉപയോഗം അത് നമ്മളെ ആ ദിവസത്തെ സമയത്തെ ആകെ ക്രമക്കേടിലാക്കൂട്ടോ. എഴുന്നേറ്റ ഉടനെ നമ്മൾ പ്രഭാത കർമ്മങ്ങൾക്ക് ശേഷം നിസ്കരിക്കുകയും അതിന് ശേഷമുള്ള കാര്യങ്ങളിൽ കൃത്യമായി ഏർപ്പെടുകയും ചെയ്താൽ ആ സമയം നമ്മൾക്ക് ഒരു ബറക്കത്തിൻ്റെ സമയമായി കിട്ടും. നേരെ മറിച്ച് നമ്മൾ ആദ്യം തന്നെ ഫോണിലേക്ക് പോയാൽ അവിടെ നമുക്ക് നിസ്കാരത്തിൻ്റെ സമയവും അതേപോലെ നമ്മുടെ രാവിലെ അത്യാവശ്യം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുടെ സമയവും ഒക്കെ അങ്ങനെ മെനക്കെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മൾ തിരക്ക് പിടിച്ച് ആദ്യമേ ജോലിയിലേക്ക് പോവാതെ നമ്മൾക്ക് എന്താണോ സന്തോഷം അതൊരു പക്ഷേ കുറച്ച് നേരം ഖുർആൻ ഓതലാവാം, അല്ലെങ്കിൽ പുറത്തെ കാഴ്ചകൾ കണ്ടു നിൽക്കലാവാം. അങ്ങനെ എന്താണോ അത് ചെയ്യുക. അപ്പോൾ നമ്മുടെ മനസ്സൊന്ന് റിലാക്സ് ആവാനും നമ്മുടെ ആ ദിവസം ഒരു സന്തോഷത്തോടെ എനർജിയോടെ തുടങ്ങാൻ വേണ്ടിയിട്ടും അത് സഹായിക്കും. പിന്നെ രാവിലെ തന്നെ നമ്മളൊരു നിയ്യത്ത് വെക്കുക. ഇന്നത്തെ ദിവസം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അള്ളാഹുവേ നീ നിനക്ക് ഇബാദത്ത് ചെയ്ത കൂലി നൽകി അനുഗ്രഹിക്കണമേ. ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളും നീ നിൻ്റെ ഇബാദത്തായി പരിഗണിക്കണമേ എന്ന പ്രാർത്ഥനയോടെ തുടങ്ങുക. അപ്പോൾ നമുക്ക് അന്നത്തെ ദിവസം ചെയ്യണ ഒരു കാര്യങ്ങൾക്കും ഒരു മടുപ്പോ വെറുപ്പോ തോന്നാതെയാകും. പിന്നെ നമുക്ക് ഒരു പ്ലാൻ ഉണ്ടാവുക, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം എന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമ്മളൊരു ജോലി കഴിഞ്ഞാൽ അതിലേക്ക് ഫോക്കസ് ചെയ്ത് അങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിക്കാൻ വേണ്ടി നമുക്ക് പറ്റും കേട്ടോ. പിന്നെ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത അലൈക തവക്കൽതു വഅൻത റബ്ബുൽ അർശിൽ കരീം മാ ശാ അല്ലാഹു കാൻ വമാ ലം യശാ ലം യകുൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം അഅലം അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി നഫ്സി വമിൻ ശർരി കുല്ലി ദാബത്തിൻ അൻത ആഖിസും ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം എന്ന കാവലിൻ്റെ പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നത് വളരെയധികം നല്ലതാണ്. അത് രാവിലെ ചൊല്ലുന്ന ഒരാൾക്ക് പ്രദോഷം വരെ അള്ളാഹുവിൻ്റെ കാവൽ അവനും അവൻ്റെ കുടുംബത്തിൻ്റെ മേലിലും ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും നല്ലത് ചെയ്യാനും പ്രവർത്തിക്കാനും കേൾക്കാനും ഒക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോവുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.